ചേട്ടൻ ഇടയ്ക്ക് പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു ഇടവേളയ്ക്ക്. എന്തായിരുന്നു സംഭവം? 96 കോൺഗ്രസ് തീർന്നു പോണതാ. അന്ന് ഇടതുപക്ഷം പിന്തുണച്ചില്ലെങ്കിൽ 96 തീർന്നേനെ. അന്ന് ഞങ്ങളുടെ എംപിമാരെ പിന്തുണച്ചാണ് ഒരു മന്ത്രിസ്ഥാനം പോലും ചോദിക്കാതെ ഈ കോൺഗ്രസിനെ വളർത്തിയത്. അത് പോയി BJP ഈ അവസ്ഥയിലെത്തി. കേരളം വിട്ട എവിടെ BJP അധികാരത്തിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി ഞങ്ങൾ പിന്തുണയ്ക്കും. പിന്തുണച്ച ഇടതുപക്ഷത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇടതുപക്ഷത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇടതുപക്ഷം ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എവിടെ ഒരു ജോൺ ബ്രിട്ടാസ് മതി, 25 എംപിമാർക്ക് ഒരു MP മതി. ഒരു MP മതി. എന്തിനാ? കനലൊന്നു മതി. എനിക്ക് ഞങ്ങളുടെ ചുറ്റരുവ നക്ഷത്രത്തെ പറ്റി വ്യവഹാരപ്പെടുന്ന കോൺഗ്രസ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ചിഹ്നം എന്തായിരുന്നു? തൊങ്ങം വെച്ച കാളെവിടെ? പശു എവിടെ? അവസാനം അഖിലേന്ത്യാ ഫോർവേഡ് ബ്ലോക്കിന്റെ കൈ ചിഹ്നം ഇലക്ഷൻ കമ്മീഷന്റെ ഔദാര്യങ്ങൾ കിട്ടിയത് കൈപ്പറ്റി. ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്ത് ജിൻഡോ ജോൺ ഇവിടെ പറഞ്ഞു, ഇവിടെ ജിൻഡോ ജോണിന്റെ വർത്തമാനം കിട്ടി കഴിഞ്ഞാൽ മൊത്തം ഇന്ത്യ ഭരിക്കുന്നത്, ഇന്ത്യയിൽ മൊത്തം എല്ലാ സംസ്ഥാനങ്ങളും കോൺഗ്രസ് ഉണ്ടെന്നാ. 2 സംസ്ഥാനമാണ് ഭരിക്കുന്നത്. 2 സംസ്ഥാനത്ത് ഭരിക്കുന്നത്. ഈ വീമ്പളക്കില് ഇവിടെ മാത്രമേ ഉള്ളൂ, വേറൊരു സംസ്ഥാനത്തും ഇല്ല. ഷാജു ജിൻഡോയ്ക്ക് മറുപടി പറയാനും ഷാജുവിനോടുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി ചുരുക്കി പറയും. ചില കാര്യങ്ങള് LDF-നും UDF-നും താല്പര്യപ്പെടുന്നില്ല. ആ പ്രിയപ്പെട്ട സുഹൃത്ത് വാളയാറും വണ്ടിപ്പെരിയാറും പറഞ്ഞു, അദ്ദേഹത്തിന് ആ പറയാൻ പോലും അനുവദിക്കാതെ കാണിക്കായിരുന്നു. രണ്ടാമത്തേത് പറഞ്ഞോട്ടെ. രണ്ടാമത്തേത് ഇവിടെ ചെമ്പിയറ സ്കൂള് കിഫ്ബി പഞ്ചായത്ത് തൊട്ടടുത്ത പഞ്ചായത്താ. രവീന്ദ്രനാഥ് 10 കോടി രൂപ അനുവദിച്ച് പണിത ആ സ്കൂള് 10-ാം ദിവസം പൊളിഞ്ഞു വീണു. മനസ്സിലായോ? 10-ാം ദിവസം പൊളിഞ്ഞു വീണു. അത് പറയുമ്പോ വിഷമാണ്. പിന്നെ മറ്റൊന്ന്, ഒരു സുഹൃത്ത് ചോദിച്ചു 15 ലക്ഷം അക്കൗണ്ടിൽ ഇടാന്ന്. ഇതൊന്ന് കേക്കണം. നിങ്ങള് ഇത് കേക്കണം. മനസ്സിലായല്ലോ അരുൺ? കണ്ടല്ലോ. അതിന് യാഥാർത്ഥ്യമാണ്. പിന്നെ നിങ്ങൾ ഷാജു അതൊക്കെ പറയുമ്പോഴും ഒരു കാര്യമുണ്ട്. സമ്മതിച്ചു, 15 ലക്ഷം രൂപ സാധാരണക്കാരുടെ പോക്കറ്റിൽ കൊണ്ടിടാമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ സ്വിസ് ബാങ്കിൽ നിന്ന് പണം കണ്ടെടുക്കുമെന്ന് പറഞ്ഞു. ആ പണം എവിടെ? അല്ല, സ്വിസ് ബാങ്കിൽ നിന്ന് പണം കണ്ടെടുത്തോ? അതെ, ഈ പണം ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. കരുവന്നൂര് ബാങ്ക് 500 കോടി രൂപ തട്ടിപ്പ്. ആരാ? PK ബിജു, മുൻ MP, MM വർഗീസ്, CPM ജില്ലാ സെക്രട്ടറി, AC മൊയ്തീൻ, മുൻ മന്ത്രി MK കണ്ണൻ, LDF കൺവീനർ, അതുപോലെ തന്നെ PR അരവിന്ദാക്ഷൻ. അങ്ങനെ എന്തിനാ ചിരിക്കുന്നത്? ഈ കരുവന്നൂർ ഇതൊക്കെ ആരോപണമാണ്. ഇഡി കൊടുത്ത കുറ്റപത്രത്തിലില്ല. ഷാജു ഇഡി കൊടുത്ത കുറ്റപത്രത്തിൽ ഈ പേരൊന്നും ഇല്ല. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. ഇഡിയുടെ കുറ്റപത്രത്തിൽ AC മൊയ്തീൻ ഇല്ല. ഇഡിയുടെ കുറ്റപത്രത്തിൽ PK ബിജു ഇല്ല. PK ബിജുവോ AC മൊയ്തീനോ ഇഡി കൊടുത്ത കുറ്റപത്രത്തിൽ ഇല്ല. വെയിറ്റ് ചെയ്യൂ.